എല്ലാവർക്കും ജനതാ ഗാരേജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വർക്ക് പരിചയപ്പെടുത്താനായിട്ടാണ് ഈ ഒരു വീഡിയോ. നമ്മുടെ ഇന്നോവ ക്രിസ്റ്റ ഇപ്പം കേരളത്തിലേക്ക് അത്യാവശ്യം നല്ലോണം വരുന്ന ഒരു വണ്ടിയാണ്. അതർ സ്റ്റേറ്റ് വണ്ടികൾ ധാരാളമായിട്ട് കേരളത്തിലേക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രൈസ് ഡ്രോപ്പും അതേപോലെ ഇതിൻ്റെ റിലയബിലിറ്റിയും കാരണമാണ് ഇന്നോവ ക്രിസ്റ്റ അധികമായും പുറം നാട്ടിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഡൽഹി HR വണ്ടികൾ നമുക്ക് ഒരുപാട് വരാറുണ്ട്. അപ്പം ഏകദേശം 2017-18 തൊട്ടുള്ള മോഡൽസ് നമുക്ക് 23 വരെയുള്ള മോഡൽസിലേക്ക് ഫേസ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഫേസ് ലിഫ്റ്റിനായിട്ട് വന്നൊരു വണ്ടിയാണിത്. നമുക്ക് ഏകദേശം ഒരു 20,000 രൂപ ബഡ്ജറ്റിനകത്ത് നമുക്ക് Type 2 കൺവേർഷൻ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഒരു 23,000 രൂപ ബഡ്ജറ്റിൽ Type 3 കൺവേർഷൻ ചെയ്യാൻ പറ്റും. ഈ രണ്ട് കൺവേർഷനാണ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ കൺവേർഷൻ ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റോക്ക് ലുക്ക് 2022-24 സ്റ്റോക്ക് ലുക്ക് എങ്ങനെയാണോ വരുന്നത് അതിലേക്ക് നമുക്ക് ഡയറക്റ്റ് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ചെറിയൊരു പൈസ മാത്രമേ വരുന്നുള്ളൂ. ടൊയോട്ട വാഹനങ്ങളിൽ എന്നോളം ഇതിൻ്റെ റിലയബിലിറ്റി മാരകമാണ്. അതിൻ്റെ റിലയബിലിറ്റിനെ കുറിച്ച് ആർക്കും ഒരു സംശയിക്കേണ്ട കാര്യം പോലും ഇല്ല. പക്ഷേ ഇതിൻ്റെ ലുക്ക് വൈസ് എങ്ങനെ വ്യത്യാസം വരുത്താമെന്നുള്ളതാണ് ഈ കൺവേർഷൻ കിറ്റ് കൊണ്ടുള്ള ഉപയോഗം. അപ്പോൾ ചെറിയൊരു കൺവേർഷൻ, അതായത് ഒരു 3 ദിവസത്തെ ഒരു വർക്കിലൂടെ മാത്രം നമുക്ക് ഈ ഒരു വണ്ടീൻ്റെ ഫ്രഷ് ലുക്ക് ആക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വണ്ടിയും നിങ്ങൾ കാണാവുന്ന പോലെ ഒരു HR വണ്ടിയാണ്, അതർ സ്റ്റേറ്റ് വണ്ടിയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യാൻ പോകുന്ന Type 2 കൺവേർഷനാണ്. ഒരുപാട് ആൾക്കാർ ഓപ്റ്റ് ചെയ്യുന്ന Type 3-നെക്കാട്ടിയും Type 2 കൺവേർഷനാണ്. അപ്പോൾ ഇതിനകത്ത് ചേഞ്ച് ചെയ്യേണ്ട ഭാഗങ്ങൾ ഈ ബമ്പർ, ഈ ഗ്രിൽ പാർട്ടിക്കിൾസ്, ഈ ലോഗോ നമുക്ക് ഒറിജിനൽ റീപ്ലേസ്മെൻറ്റ് ലോഗോ തന്നെ വെക്കാം. പിന്നീട് ഒരു പ്രധാന മാറ്റം വരുന്നത് ഈ ഫോഗ് ലാമ്പിലാണ്. ഈ ഫോഗ് ലാമ്പ് നമുക്ക് കമ്പനി സ്റ്റോക്ക് ഫോഗ് ലാമ്പ് തന്നെ റീസ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. അതായത് ഈ കിറ്റിൽ നിന്ന് ഊരി നമ്മുടെ മാറ്റുന്ന പുതിയ കിറ്റിലേക്ക് ഈ ഒരു ഒറിജിനൽ ഫോഗ് ലാമ്പ് തന്നെ വെക്കാൻ പറ്റും. കുറച്ചുകൂടെ പവർ ആവശ്യമാണെങ്കിൽ നമുക്ക് ട്രൈ കളർ പ്രൊജക്ടർ ഫോഗ് ലാമ്പ്സ് ഒക്കെ ഓപ്റ്റ് ചെയ്യാൻ പറ്റും. അത് കുറച്ചുകൂടെ അഡ്വാൻസ് രീതി ചെയ്യാം. അതേപോലെ തന്നെ രണ്ടാമതൊരു ചേഞ്ച് വരുന്ന ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് ഒരു DRL വരുന്നുണ്ട്. ആ DRL സ്റ്റോക്ക് DRL-ആയിരിക്കും വരുന്നത്. നമുക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ നമുക്കൊരു LED DRL-ലേക്ക് മാറ്റാം. അതാകുമ്പോൾ ഒരു സീക്വൻഷ്യൽ ഇൻഡിക്കേറ്റർ അതിൻ്റെ കൂടെ തരും. അപ്പോൾ ഇത്രയും വർക്കാണ് നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഓരോരോ സ്റ്റെപ്പ്